Hello all, next we are going to study about red drop and Emerson's enhancement effect. നമുക്കതിന് മുന്നേ ആദ്യം ക്വാണ്ടം ഈൽഡ് എന്താണെന്ന് നോക്കാം. നമുക്കറിയാം O2 ഫോട്ടോസിന്തസിസിൻ്റെ ടൈമിൽ O2 ലിബറേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഫോട്ടോസിന്തസിസിൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഷുഗറാണ്. അതുപോലെ ബൈ പ്രൊഡക്റ്റായിട്ട് എന്ത് ഫോം ചെയ്യുന്നുണ്ട്? O2 ഫോം ചെയ്യുന്നുണ്ട്. സോ നമ്പർ ഓഫ് O2 ഫോംഡ് എന്ന് പറയുന്നത് എപ്പോഴും ഫോട്ടോസിന്തസിസിൻ്റെ റേറ്റിനെ ഡയറക്റ്റായിട്ട് പ്രൊപ്പോർഷനേറ്റ് ചെയ്യുന്നതായിരിക്കും. അതായത് ഫോട്ടോസിന്തസിസ് നന്നായി നടക്കുകയാണെങ്കിൽ O2 പ്രൊഡ്യൂസ് ചെയ്യുന്നതും കൂടും. ഓക്കെ, സോ ഈ O2ൻ്റെ ബേസിസിൽ, അതായത് ഇവല്യൂഷൻ ഓഫ് O2 അതിൻ്റെ ബേസിസിൽ നമുക്ക് ഫോട്ടോസിന്തസിസിൻ്റെ റേറ്റ് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, സോ ദ റേറ്റ് ഓർ ഈൽഡ് ഓഫ് ഫോട്ടോസിന്തസിസ് ഈസ് മെഷേർഡ് ആസ് ദ നമ്പർ ഓഫ് O2 മോളിക്യൂൾസ് പ്രൊഡ്യൂസ്ഡ് പെർ ക്വാണ്ടം ഓഫ് ദി ലൈറ്റ് അബ്സോർബ്ഡ്. സോ ഇതിനെയാണ് ക്വാണ്ടം ഈൽഡ് എന്ന് പറയുന്നത്. ഒരു ക്വാണ്ടം ലൈറ്റിൽ എത്ര O2 പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ നമ്മൾ ഫോട്ടോസിന്തസിസിൻ്റെ റേറ്റിനെ മെഷർ ചെയ്യുന്നതിനെയാണ് ക്വാണ്ടം ഈൽഡ് എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ ഒരു റെസിപ്രോക്കൽ ആയിട്ടുള്ള ടേമാണ് ക്വാണ്ടം റിക്വയർമെൻറ്റ്. നേരെ തിരിച്ചിട്ട്, അതായത് ദ നമ്പർ ഓഫ് ലൈറ്റ് ക്വാണ്ട റിക്വയർഡ് ഫോർ ദി പ്രൊഡക്ഷൻ ഓഫ് 1 മോളിക്യൂൾ ഓഫ് ഓക്സിജൻ. അതായത് ഒരു മോളിക്യൂൾ ഓഫ് ഓക്സിജൻ ഫോട്ടോസിന്തസിസ് വഴി ലിബറേറ്റ് ചെയ്യാൻ എത്ര ലൈറ്റ് വേണം, അതിൻ്റെ എമൗണ്ടിനെയാണ് നമ്മൾ ക്വാണ്ടം റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത്. സോ ക്വാണ്ടം ഈൽഡ് എന്തായിരുന്നു? ക്വാണ്ടം ഈൽഡ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് O2 മോളിക്യൂൾ പ്രൊഡ്യൂസ്ഡ് പെർ 1 ക്വാണ്ടം ഓഫ് ലൈറ്റ് അബ്സോർബ്ഡ്. ഓക്കെ, എത്ര ക്വാണ്ടം ലൈറ്റിൽ എത്ര മോളിക്യൂൾ O2 പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്നാണ് ക്വാണ്ടം ഈൽഡ്. ഓക്കെ, സോ ഇതൊന്ന് വായിച്ചാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ. അടുത്തത് നമുക്ക് റെഡ് ഡ്രോപ്പ് എക്സ്പെരിമെൻറ്റിലോട്ടേക്ക് പോവാം. ഇത് ചെയ്തത് എമേഴ്സൺ ആണ്. അദ്ദേഹം അവരുടെ കോവർക്കേഴ്സും കൂടി ദേ എക്സ്പോസ്ഡ് ദി ആൽഗെ ക്ലോറെല്ല ടു മോണോക്രോമാറ്റിക് ലൈറ്റ്. മോണോക്രോമാറ്റിക് എന്ന് പറയുന്നത് എ ബീം ഓഫ് ലൈറ്റ് വിത്ത് എ സ്പെസിഫിക് വേവ് ലെങ്ത്. സോ ക്ലോറെല്ല പ്ലാന്റിനെ, ആൽഗേനെ ഒരു മോണോക്രോമാറ്റിക് ബീം ഓഫ് ലൈറ്റിനെ എക്സ്പോസ് ചെയ്യും. ആൻഡ് ദേ മെഷേർഡ് ദി ക്വാണ്ടം ഈൽഡ് മെഷർ ചെയ്യും. അതായത് O2 പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെ ബേസ് ചെയ്തിട്ടാണ് ക്വാണ്ടം ഈൽഡ് മെഷർ ചെയ്യുന്നത്. ആൻഡ് ദേ പ്രിപ്പയർഡ് എ ഗ്രാഫ് ഓഫ് ക്വാണ്ടം ഈൽഡ് ഇൻ ടേംസ് ഓഫ് O2 ഇവല്യൂഷൻ അഗെയിൻസ്റ്റ് വേരിയസ് വേവ് ലെങ്ത് ഓഫ് വിസിബിൾ ലൈറ്റ്. സോ അങ്ങനെ അവർ ഓരോന്നും റെക്കോർഡ് ചെയ്തു, ഏതൊക്കെ ലൈറ്റാണ് യൂസ് ആവുന്നതെന്നൊക്കെ. ദി സിമ്പിൾ സ്റ്റഡി was done to determine the wavelength at which photosynthesis or the photochemical production of O2 is maximum. ഏത് വേവ് ലെങ്ത്തിലാണ് ഏറ്റവും മാക്സിമം O2 പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നാണ് ഈ ഒരു എക്സ്പെരിമെൻ്റ് കൊണ്ട് നോക്കിയത്. അതായത് ഏത് വേവ് ലെങ്ത്തിലാണ് മാക്സിമം ഫോട്ടോസിന്തസിസ് നടക്കുന്നത് എന്ന് നോക്കാൻ വേണ്ടിയായിരുന്നു ഈ എക്സ്പെരിമെൻറ്റ്. പക്ഷേ ഈ എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പം ദേ ഒബ്സർവ്ഡ് ദാറ്റ് ദ കർവ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ് ഇൻ ദ റീജിയൻ ഓഫ് 660 to 680 നാനോമീറ്റർ ബട്ട് സഡൻലി ഡ്രോപ്പ് ഇൻ ദ റീജിയൻ എബോവ് 680 നാനോമീറ്റർ. അതായത് റെഡ് റീജിയനിൽ എന്തുണ്ടായി, ആ ഒരു കർവ് കോൺസ്റ്റൻ്റായി നിന്നു. എബോവ് റെഡ് റീജിയൻ, അതായത് റെഡ് റീജിയനിലും കൂടുതൽ വേവ് ലെങ്ത്തുള്ള ഫാർ റെഡ് റീജിയനിലെത്തിയപ്പം ആ ഒരു കർവിന് സഡൻ ഡ്രോപ്പ് ഉണ്ടായി. അതായത് സഡൻ ഡ്രോപ്പ് ഉണ്ടായെന്ന് വെച്ചാൽ അവിടെ ഫോട്ടോസിന്തസിസിൻ്റെ റേറ്റ് കുറഞ്ഞു. ഓക്കെ, സോ ഫാർ റെഡ് റീജിയനിൽ, അതായത് റെഡ് റീജിയൻ കഴിഞ്ഞിട്ട് അതിലും കൂടുതൽ വേവ് ലെങ്ത്തുള്ള ലൈറ്റ് അപ്ലൈ ചെയ്തപ്പോൾ എന്തുണ്ടായി, ഫോട്ടോസിന്തസിസിനൊരു സഡൻ ഡിക്ലൈൻ ഉണ്ടായി. ഇതിനെയാണ് നമ്മൾ റെഡ് ഡ്രോപ്പ് എന്ന് പറയുന്നത്. ദ സഡൻ ഫോൾ ഇൻ ഫോട്ടോസിന്തറ്റിക് ഈൽഡ് ഇൻ ഫാർ റെഡ് റീജിയൻ ഓഫ് ദി സോളാർ റേഡിയേഷൻ സ്പെക്ട്രം ഈസ് കോൾഡ് എമേഴ്സൺസ് റെഡ് ഡ്രോപ്പ്. ഓക്കെ അല്ലേ? സോ നമ്മൾ ആ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം നോക്കിയാൽ മനസ്സിലാവും, വിസിബിൾ ലൈറ്റ്, ദെൻ റെഡ് ലൈറ്റ് വരും. റെഡ് ലൈറ്റിലും കൂടുതൽ വേവ് ലെങ്ത് ഉള്ളതാണ് ഫാർ റെഡ് ലൈറ്റ്. സോ റെഡ് ലൈറ്റ് കഴിഞ്ഞപ്പോൾ ദർ ഇസ് എ സഡൻ ഡിക്ലൈൻ ഇൻ ദി ഫോട്ടോസിന്തസിസ്. ഇതിനെയാണ് നമ്മൾ റെഡ് ഡ്രോപ്പ് എന്ന് പറയുന്നത്. ദെൻ ഈ ഒരു റെഡ് ഡ്രോപ്പിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിഫറെൻറ്റ് എക്സ്പെരിമെൻറ്റ്സ് സയൻറ്റിസ്റ്റുകൾ ചെയ്ത് നോക്കി. വെൻ ദ ലോങ്ങർ ഇൻഎഫിഷ്യൻറ്റ് വേവ് ലെങ്ത് ഇൻ ദ പ്രീവിയസ് എക്സ്പെരിമെൻറ്റ് വാസ് സപ്ലിമെൻറ്റഡ് വിത്ത് ഷോർട്ടർ വേവ് ലെങ്ത് ഓഫ് ലൈറ്റ്, ഇറ്റ് എൻഹാൻസ്ഡ് ദി ഫോട്ടോസിന്തറ്റിക് ഈൽഡ് ആൻഡ് റിക്കവറി ഓഫ് റെഡ് ഡ്രോപ്പ്. അതായത് ഈ ഇൻഎഫിഷ്യൻ്റ് ആയിട്ടുള്ള ലോങ് വേവ് ലെങ്ത് ഉള്ള ഫാർ റെഡും അതുപോലെ ഷോർട്ടർ വേവ് ലെങ്ത് ഉള്ള റെഡും, അതായത് ഫാർ റെഡും റെഡും കൂടി
കമ്പൈൻ ചെയ്തിട്ട് പ്ലാന്റിന് എക്സ്പോസ് ചെയ്തപ്പോൾ ദർ ഈസ് എ എൻഹാൻസ്മെൻറ്റ് ഓഫ് ക്വാണ്ടം yield. അതായത് ഇൻഡിവിജ്വലായി റെഡ് മാത്രം അപ്ലൈ ചെയ്തപ്പോൾ കിട്ടിയതിലും കൂടുതൽ ഫോട്ടോസിന്തറ്റിക് yield റെഡും ഫാർ റെഡും കൂടി കമ്പൈൻ ചെയ്തപ്പോൾ കിട്ടി. ഇതിനെയാണ് എന്ത് പറയുന്നത്, എമേഴ്സൺസ് എൻഹാൻസ്മെൻറ്റ് ഇഫക്റ്റ് ഓർ എമേഴ്സൺസ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. ദീസ് എൻഹാൻസ്മെൻറ്റ് ഇൻ ദി ഫോട്ടോസിന്തറ്റിക് yield by the combined effect of short and longer wavelength of light is known as Emerson's enhancement effect. ഫസ്റ്റ് റെഡ് മാത്രം വെച്ച് നോക്കിയപ്പോൾ ഒരൊറ്റൊന്ന് മാത്രം വെച്ച് നോക്കിയപ്പോൾ എന്തുണ്ടായി, ഫാർ റെഡ് റീജിയൻ എത്തിയപ്പോൾ ഫോട്ടോസിന്തസിസ് നടന്നില്ല. ബട്ട് ഫാർ റെഡും അതുപോലെ റെഡ് ലൈറ്റും കൂടി കമ്പൈൻ ചെയ്തിട്ട് പ്ലാന്റിനെ എക്സ്പോസ് ചെയ്തപ്പോൾ ദർ ഈസ് എൻ എൻഹാൻസ്മെൻറ്റ് ഇൻ ദി ഫോട്ടോസിന്തറ്റിക് റേറ്റ്. It is an example of synergism because the combined effect of red and far red light is much higher than the sum total of their separate effect. അതായത് റെഡ് മാത്രം പ്ലാന്റിനെ എക്സ്പോസ് ചെയ്തപ്പോഴും അതുപോലെ ഫാർ റെഡ് മാത്രം പ്ലാന്റിന് കൊടുത്തപ്പോഴും കിട്ടുന്ന ആ ഒരു ഇൻഡിവിജ്വൽ റേറ്റിനേക്കാൾ എത്രയോ വലുതായിരുന്നു രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ട് എക്സ്പോസ് ചെയ്തപ്പം കിട്ടിയത്. ഓക്കെ, സോ ഇത് പറയുന്നത് എന്താ വെച്ചാൽ രണ്ട് ഫോട്ടോ സിസ്റ്റംസ് ഫോട്ടോസിന്തസിസിൽ ഇൻവോൾവ് ചെയ്യുന്നുണ്ട് എന്നാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. ദ റെഡ് ഡ്രോപ്പ് വാസ് ഒബ്സർവ്ഡ് വെൻ വൺ ഗ്രൂപ്പ് ഓഫ് പിഗ്മെൻറ്റ് വിച്ച് അബ്സോർബ് ഷോർട്ടർ വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് ഫെയിൽ ടു ഫങ്ഷൻ ബിയോണ്ട് 680 നാനോമീറ്റർ. അതായത് രണ്ട് ഫോട്ടോ സിസ്റ്റംസ് ഫോട്ടോസിന്തസിസിൽ ഇൻവോൾവ് ആകുന്നുണ്ട്. അതിൽ ഒന്ന് മാത്രമേ റെഡിനെ അബ്സോർബ് ചെയ്യൂ. അതായത് റെഡിലും കൂടുതൽ വേവ് ലെങ്ത്ത് അല്ലെങ്കിൽ ഫാർ റെഡിനെ അബ്സോർബ് ചെയ്യാൻ ആ ഫോട്ടോ സിസ്റ്റത്തിന് പറ്റില്ല. അതുകൊണ്ടാണ് റെഡ് ഡ്രോപ്പ് വന്നത്. സോ രണ്ട് വേവ് ലെങ്ത്തുള്ള ലൈറ്റും കൂടി മിക്സ് ചെയ്തപ്പോൾ എന്തായി, രണ്ട് ഫോട്ടോ സിസ്റ്റംസും ആക്റ്റീവായി. സോ അതുകൊണ്ടാണ് ദേ റിസൾട്ടഡ് ഇൻ ദി എൻഹാൻസ്മെൻറ്റ് ഓഫ് ഫോട്ടോസിന്തറ്റിക് yield. ഓക്കെ, വെൻ ലോങ്ങർ വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് വാസ് സപ്ലിമെൻറ്റഡ് വിത്ത് ഷോർട്ട് വേവ് ലെങ്ത് ബോത്ത് പിഗ്മെൻറ്റ് ഗ്രൂപ്പ് സ്റ്റാർട്ടഡ് ഫങ്ഷനിങ് റിസൾട്ടിങ് ഇൻ ദി എൻഹാൻസ്മെൻറ്റ് ഓഫ് ഫോട്ടോസിന്തറ്റിക് yield.